ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ ബേസറിൻ്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്കെതിരെ ഒരു ഹണി ട്രാപ്പ് വന്നിരിക്കുകയാണല്ലേ. ഈ ബുൾജറ്റിനെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ലോകം മുഴുവൻ ചിറ്റാൻ ഇറങ്ങിയിട്ടുള്ള രണ്ട് സഹോദരങ്ങളാണ്. എബിൻ ആൻഡ് ലിബിൻ എന്നാണ് ഇവരുടെ പേര് വരുന്നത്. ഈ ബുൾജറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. യാത്ര പോകുന്ന സമയത്തുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവരൊരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് നേരെ ഒരു ഹണി ട്രാപ്പ് അഥവാ ഒരു തേനൊലിപ്പിക്കൽ പരിപാടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവർ തെളിവ് സഹിതം പുറത്തുവിടുന്നത് അല്ലേ. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു തരാം. ഈ എബിനും ലിബിനും എന്ന് പറയുമ്പോൾ ഇവർ ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ വാഹനം കഴുകുന്നതിനിടയിലായിട്ട് ഇവർ കുളിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒരു റീലായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആ റീൽ എടുത്തിട്ട് ഒരു അക്കൗണ്ടിൽ നിന്നും ഇവർക്ക് മെസ്സേജ് വരികയാണ്. ഈ റീലിൽ നിങ്ങളുടെ ഇന്ന ഭാഗം കാണുന്നുണ്ട്, മറ്റേ ഭാഗം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രസിപ്പിക്കുന്ന രീതിയിൽ ഇവരോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവരും തന്നെ മറുപടിയൊക്കെ കൊടുത്തു. കാരണം ഇവരെന്ന് പറയാൻ പറ്റത്തില്ല, അതിലൊരു വ്യക്തി. അപ്പോൾ ഇവർ ഇങ്ങനെ മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതുവരെ പോകുമെന്ന് അറിയണമല്ലോ. അപ്പോൾ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. നഗ്നമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അതും എങ്ങനെയുള്ളത്, വല്ല ബംഗാളികളുടേത്, അതായത് പോൺ സൈറ്റിൽ നിന്നൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയുള്ള കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളും ഇവർക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവർക്ക് ഇത് മനസ്സിലായി ഫേക്ക് ആയിട്ടുള്ള ഏതൊരു അക്കൗണ്ടിൽ നിന്നും വരുന്നതാണ്, ഒരു ഹണി ട്രാപ്പ് സംഭവമാണെന്ന് ഇവർക്ക് തന്നെ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എവിടം വരെ പോകുമെന്നുള്ളൊരു കാര്യം ഇവർക്ക് അറിയണമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് വീഡിയോ കാളും മറ്റൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ കാൾ എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാലോ. 2-3 ദിവസം നമ്മൾ എല്ലാവരും ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഒരു വീഡിയോ കാൾ ഒരുത്തൻ്റെ ഫോണിലേക്ക് വരുന്നു, അവർ തമ്മിൽ മുൻ പരിചയമൊക്കെ ഉണ്ടാവും. അങ്ങനെ വീഡിയോ കാൾ വരുന്നു, അപ്പുറത്തുള്ള വ്യക്തി നഗ്നമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫേസ് കാണുമ്പോൾ അത് അവിടെ റെക്കോർഡായിരിക്കും. പിന്നീട് അത് വെച്ച് ഇവർ വില പേശും. അങ്ങനെ 2 കോടിക്ക് മുകളിൽ എങ്ങാണ്ട് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വാർത്തയ്ക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇവർക്കും ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്കും അങ്ങനെ വീഡിയോ കാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇത് എടുത്തില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ ഏതായാലും അവർ ഇതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്നത്. നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് കുളിച്ചായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മൊഴിയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പം അത് വെച്ച് ആൾ ലിബിന് മെസ്സേജ് അയക്കി തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി ലിബിൻ പറയും. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുന്നേ അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മലേഷ്യ വണ്ടി കൊണ്ടുവന്ന നേരത്ത് റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ കൊണ്ടുപോകുന്ന നേരത്ത് മലേഷ്യയിൽ നിന്ന് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു. അതിന്റെ റീൽസ് ഇട്ടു. അതിപ്പോൾ ആ റീൽസിന്റെ ലിങ്ക് എങ്കിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ സംഭവം എന്ന് മനസ്സിലായി. അതായത് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. അന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട് ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംഭവം എല്ലാവരും പൂർണ്ണമായിട്ട് പറയട്ടെ. അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു, പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോ കാര്യം ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ തുണിയും സംഭവമൊന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റു സംഭവങ്ങൾ അയച്ചു തരും. എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത്. എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ലാസ്റ്റ് ഒറ്റ ഫോൺ കോൾ വിളിയാണ്. എന്നിട്ട് അതിനകത്ത് കാര്യം നമ്മുടെ തലയങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത്. ഇത് സാമ്പത്തിക പരിപാടിയാണ്, അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതാണ് ഇവിടെ നമ്മുടെ മച്ചാന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം ഇത് നമ്മൾ പ്രത്യേകിച്ചും നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ആർക്കും ഏത് നിമിഷവും വന്നു പോകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണിത്. കാരണം ഫേക്ക് ആയിട്ടുള്ള ഇതിപ്പോൾ ഫേക്ക് ആണോ അല്ലേന്ന് നമുക്ക് അറിയത്തില്ല, അവർക്കും അത് പേഴ്സണലി അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാവുന്നതാണ്. ആ വരുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മയക്കാനായിട്ട് ശ്രമിക്കും. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്ന് പറയുമ്പോൾ കുറേ അധികം പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. ഇവരെന്നല്ല ഞാനടക്കം എല്ലാവരും ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഫോണിലേക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരും,
സ്വാഭാവികമായിട്ടും എല്ലാവരും അതിൽ അലിഞ്ഞങ്ങ് പോകും. പിന്നീട് സംഭവിക്കുന്നത് ഇങ്ങനെ നഗ്നമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നു, പിന്നീട് കൊഞ്ചിക്കയിലും കാര്യങ്ങളും ആകുന്നു, പിന്നെ നേരെ വീഡിയോ കോൾ വരുന്നു. ആ സമയത്ത് നമ്മുടെ ഫേസ് അവിടെ പെട്ടുപോവുകയാണ്. പിന്നീട് അവർ നേരെ വില പേശുമല്ലേ, ആ എത്രയാണോ പറഞ്ഞത് അതങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെ അയച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തികൾ ചെയ്ത, അതായത് ഈ ബുൾജറ്റ് സഹോദരങ്ങൾ ചെയ്ത കാര്യം ഇങ്ങനെയായിരുന്നു. ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ആരാണ് എന്ന് ഇവർക്ക് അറിയണമായിരുന്നു. കാരണം ഇത് ഇതുവരെ പോകുമെന്നുള്ളത് ഇവർക്ക് അറിയണമായിരുന്നു. അവരും തന്നെ ചാറ്റിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അവർ ചെയ്യുന്ന വീഡിയോ കോളോ മറ്റും ഒന്നും തന്നെ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. കുറേ അധികം കാലത്തേക്ക് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവരിങ്ങനെ ലോകം ചുറ്റുന്ന വ്യക്തികളാണ്, ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുമായി സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവർ ആ ഒരു സമയത്ത് കേസൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ഇവരും തന്നെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഇമെയിൽ അക്കൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതായാലും അവർ അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതുകൂടി ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന്, അതായത് DGP SP ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ, അവിടുത്തെ സ്റ്റേഷൻ, ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളുടെ പരാതിക്ക് എത്ര പേര് എന്നാ പറഞ്ഞില്ല, പിന്നെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു, അതെടുക്കാം അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല. അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല. അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്ന് പറഞ്ഞത്. ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ID കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്ന് പറഞ്ഞു. അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക്, പല പബ്ലിക് ഇതിൻ്റെ അതൊക്കെയാണ് ഇരിക്കുന്നത്. ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേര് പറഞ്ഞു, നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്ത് വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആരെയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, ഞങ്ങൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറയാണ് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം. അപ്പം പിന്നെ വേറെ കാര്യം ഉണ്ട്, ഭാവിയിൽ ഇവർ വല്ല അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കുക. ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അതെ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും അബദ്ധം പറ്റുന്നത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം വാർത്തയില്ല, ഒരു ബിസിനസ്സുകാരൻ ഇതേപോലെ തന്നെ 2.5 കോടി രൂപയാണ് അവർ തട്ടിയെടുത്ത്. ഇതേപോലെ ഈ തേനൊഴിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഈ മാറിയ ലോകത്ത് ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം അല്ലാതല്ല. അയച്ചു കൊടുക്കുന്ന അയച്ചു കൊടുത്തോളാൻ പറയാം, പേടിക്കേണ്ട. തെറ്റ് ചെയ്യാത്തവരെ ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോ പരിപാടി മണ്ടറിലേക്ക് കിടന്ന് ഡിസ്കോ കളിച്ച പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എന്നാലും പേടിക്കാനൊന്നുമില്ല. നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ കേസ് ഞങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം മെസ്സേജ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എനിക്ക് ഇത് ഫേക്കാന്ന് അറിയാൻ വേണ്ടി പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചേട്ടൻ്റെ കളി കൊള്ളാം, സത്യമായിട്ട് പറഞ്ഞു ചേട്ടൻ്റെ കളി കൊള്ളാം, ചേട്ടനെ കണ്ട കരിമാടിക്കുട്ടിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് കത്ത് ഇതായത് ആരെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത്. ഇനി അടുത്ത കേസ് പറയാം. ഒന്നേൽ ആരെങ്കിലും രസിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ അപ്പോൾ ഇവിടെ ഇവർക്ക് വന്ന ഈ ഒരു സംഭവം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആ ഒരു അക്കൗണ്ട് നോക്കുമ്പോൾ അതിൽ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതായത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ഇത് മറ്റാരുടെയോ അക്കൗണ്ട് എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചറും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള പരിപാടിക്ക് ഉപയോഗിക്കുന്നു. അതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ പറയുന്നുണ്ട് ഏതൊരു ആണാണ് ഉപയോഗിക്കുന്നത്, പെണ്ണല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ആണുങ്ങളുണ്ടാകും പെണ്ണുങ്ങളുണ്ടാകും. കാരണം വോയിസും കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിപ്പല്ലേ ഏത് രീതിയിലും വരാമെന്നുള്ളതാണ്. അതിലൊരു ഗ്രൂപ്പ് ആളുകളൊക്കെ ഉണ്ടാകും, അതിൽ ആൺ പെണ്ണൊന്നും വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഏതൊരു ആണാണ് ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പുറത്ത് പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവായിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ ആരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകളില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മെസ്സേജോ കാര്യങ്ങളോ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം, സാധാരണ കോളാണ് എന്നുണ്ടെങ്കിൽ അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വാട്സപ്പിലോ ഇൻസ്റ്റയിലൊക്കെ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. ഒന്നല്ലെങ്കിൽ ക്യാമറ പൊത്തിപ്പിടിച്ചിട്ട് എടുക്കുക, എന്താണ് സംഭവം എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനേ പോകരുത്. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഒരു പണി എവിടെ നിന്ന് വരും, എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ ആർക്കൊക്കെ വരാൻ കിടക്കുന്നു ഒന്നും നമുക്ക് അറിയത്തില്ല. കാരണം ഇതിനായിട്ട് കുറേയധികം ആളുകൾ ഒരു പണിക്കും പോവാതെ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതിനൊരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ്. അതിൽ പുരുഷന്മാരുണ്ടാകും, സ്ത്രീകളുണ്ടാകും. ഇവരെല്ലാം ഇതിൽ ചേർന്നിട്ടുള്ള വ്യക്തികളാണ്. കാരണം സ്ത്രീകളെ കൊണ്ട് ആദ്യം ഇവർ വിളിപ്പിക്കും, എന്നിട്ട് സംസാരിപ്പിക്കും. അപ്പോൾ ഇപ്പുറത്തുള്ള ആളത് സ്ത്രീയാണെന്ന് മനസ്സിലാക്കും. പിന്നീട് ചാറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങുന്നു, പിന്നെ വീഡിയോ കോൾ വരുന്നു. അതിൻ്റെ പിറകിൽ പിന്നീട് പണം ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് നമുക്ക് പിന്നീട് ഒരു കുറ്റബോധം തോന്നരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ
നേരെ പോയിട്ട് പരാതി കൊടുക്കുക. ആ ഒരു കാര്യം മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ വീഡിയോ കോളും കാര്യങ്ങളും പിന്നെ നഗ്നമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ഇവിടെ ഈ ബുൾജറ്റ് സഹോദരന്മാർ അതാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരിപ്പോൾ രക്ഷപ്പെട്ടു എന്നാണ് പറയാനായിട്ടല്ലേ. കാരണം വീഡിയോ കോളും മറ്റും വരുന്ന സമയത്ത് ആ തലയും കാട്ടിയിട്ട് ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞേനെ. നേരത്തെ സംഭവിച്ചു, ഞാൻ നേരത്തെ ഒരു വാർത്ത കേട്ട സംഭവം പറഞ്ഞല്ലോ, 2 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുപോലെ ആകും അവസ്ഥ. അപ്പോൾ അതിനൊന്നും നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ കൂടെ എത്ര ആൾ ഉണ്ട് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ആളാണോ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടാണോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിൽ ചാറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ല, പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് നമ്മുടെ സൗഹൃദം സ്ഥാപിക്കാൻ നിൽക്കുമ്പോൾ നമ്മളൊരു 3-4 വട്ടം ആലോചിക്കണം. അത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഏതായാലും ഈ ബുൾജറ്റ് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏതൊരാൾക്കും എപ്പോഴും വരാവുന്ന ഒരു അവസ്ഥയാണിത്. എന്തായാലും ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ആരും തന്നെ തല വെച്ച് കൊടുക്കാൻ റെഡി ആകരുത്, കെയർഫുൾ ആയിട്ട് ഇരിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.